ഒരു നിമിഷം നേരത്തെ പരിഹാരം ഉണ്ടാവണം എന്നുള്ള സ്ഥിതിയിൽ ഒരു വലിയ ഭയാശങ്കയുടെ നടുവിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വനാതിർത്തിയിലെ ജനങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാനും വയ്യ, ഉപജീവന മാർഗം തേടാൻ വീടിന് പുറത്തിറങ്ങാനും വയ്യ. എങ്ങോട്ടോടും? നമ്മൾ മാനന്തവാടിയിൽ കണ്ടു, വീട്ടിലേക്ക് ഓടിക്കയറിയ ആളെയാണ് പിന്നാലെ ആന വന്ന് കൊന്നത്. അവരെങ്ങോട്ട് പോകും, എപ്പോ വരും എന്നറിയാതെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച്. ഉറക്കമില്ല, പുറത്തിറങ്ങാൻ പറ്റൂല്ല, ഭക്ഷണമില്ല. ഒരു നിമിഷം നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വനാതിർത്തിയിലെ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നു. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, എല്ലാവരുണ്ട്. മനുഷ്യന് പുറത്തിറങ്ങേണ്ട എന്തൊക്കെ ആവശ്യമുണ്ടാവും നമുക്കറിയാലോ. പക്ഷേ നിസ്സംഗത മാത്രം, ആ നിസ്സംഗതയുടെ മുഖം കാണിച്ച് ഗവൺമെന്റ് നിൽക്കുന്നു, ഒരു മന്ത്രി നിൽക്കുന്നു. ഇങ്ങനെയാണോ ഇതുപോലുള്ള ഒരു എമർജൻസിയിൽ ഒരു ഗവൺമെന്റ് പെരുമാറേണ്ടത്? നമുക്കൊക്കെ അറിയാം, മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. എന്തെങ്കിലും പരിഹാരം തേടണ്ടേ? ശാസ്ത്രീയമായ മാർഗങ്ങൾ എന്ത് എന്ന് ആലോചിക്കേണ്ടേ? ഈ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് പല വീക്ഷണങ്ങളുണ്ടാവാം. ആരോടെങ്കിലും ഈ ഗവൺമെന്റ് ചർച്ച ചെയ്തോ? സാധാ മട്ടിലിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ വനങ്ങള് പച്ചപ്പും അതുപോലെ തന്നെ വെള്ളവും ഉള്ളതുകൊണ്ട് മൃഗങ്ങൾ മറ്റു ഭാഗത്തുനിന്നൊക്കെ, കർണാടക, തമിഴ്നാട് ഭാഗത്തുനിന്നൊക്കെ കൂടുതൽ ഇങ്ങോട്ട് വരും. അപ്പോ അവിടെ നിന്നൊക്കെ ഉള്ള മൃഗങ്ങള്, ഇപ്പോ വന്യമൃഗങ്ങള്, വൈൽഡ് ആനിമൽസ്, അതുപോലെ തന്നെ ഇതുപോലുള്ള കൃഷി നശിപ്പിക്കുന്ന ബേഡ്സ് എല്ലാം വന്ന് വനാതിർത്തികളിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയാണ്. ഗവൺമെന്റ് ആണെങ്കിൽ ഒരു വലിയ നിസ്സംഗതയും ആയി അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. വനമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ ആ നിസ്സംഗതയുടെ മുഖത്തിന്റെ മൂർത്തിഭാവമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. അവര് ഒരു നിമിഷം നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികളുടെ ഇന്നത്തെ ഈ വനമന്ത്രിയുടെ വസതിക്ക് മുമ്പിലുള്ള മാർച്ച്.